മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോവുകയാണ്. കൊച്ചിയിൽ മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പിള്ളിയുടെ വീട്ടിൽ NIA റെയ്ഡ് നടക്കുന്നു. 7ഓളം ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പുലർച്ചെയോടെ പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ളത്. നിതിൻ പ്രഭാകരനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. നിതിൻ, ഇത്തരത്തിൽ മാവോയിസ്റ്റ് നേതാക്കളുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നത് സാധാരണമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ ഹൈദരാബാദിൽ നിന്നുള്ള ടീമാണ് എത്തിയിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്താണ് പശ്ചാത്തലം? ഭദ്ര പറഞ്ഞതുപോലെ തന്നെ മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പള്ളിയുടെ തേവക്കലിലെ വീട്ടിലാണ് 8 പേരടങ്ങുന്ന NIA സംഘം റെയ്ഡ് നടത്തിയത്. വീട്ടിന്റെ കതക് പൊളിച്ചാണ് സംഘം അകത്തു കടക്കുന്നത്. മുരളി ഈ വീട്ടിൽ മകനോടൊപ്പമാണ് താമസം. തെലങ്കാനയിലെ മാവോയിസ്റ്റ് നേതാവ് സഞ്ജയ് ദീപക് റാവുവിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥ സംഘം പരിശോധനയ്ക്ക് എത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വാറണ്ടുമായാണ് അന്വേഷണ സംഘം എത്തിയതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. വാതിൽ തുറക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെങ്കിലും തന്റെ അഭിഭാഷകൻ എത്തട്ടെ എന്ന നിലപാടിലായിരുന്നു മുരളി. തുടർന്നാണ് ഉദ്യോഗസ്ഥർ വാതിൽ പൊളിച്ച് അകത്തു കടന്നത്. മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ മഹാരാഷ്ട്രയിൽ മുരളി കണ്ണമ്പള്ളി അറസ്റ്റിലായിരുന്നു. തുടർന്ന് അദ്ദേഹം കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷം ഇപ്പോൾ കൊച്ചിയിലെ വസതിയിൽ വിശ്രമത്തിലാണ്. ഹൃദ്രോഗിയായ മുരളി കണ്ണമ്പള്ളി നിലവിൽ പൊതുപ്രവർത്തന രംഗത്തൊന്നും അത്ര സജീവമല്ല. എങ്കിലും തെലങ്കാനയിലെ മാവോവാദി നേതാവ് സഞ്ജയ് ദീപക് റാവുവിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട മുരളി കണ്ണമ്പള്ളിയുമായി ബന്ധപ്പെട്ട നിർണായക വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് NIA സംഘം പറയുന്നത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരുവിൽ നിന്നുള്ള അന്വേഷണ സംഘമാണ് ഇവിടെ റെയ്ഡിനെത്തിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഭദ്ര. ശരി, നിതിൻ പ്രഭാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലാണ് മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പിള്ളിയുടെ വസതിയിൽ ഇപ്പോൾ NIA റെയ്ഡ് നടത്തുന്നത്. 7ഓളം ഉദ്യോഗസ്ഥരാണ് പുലർച്ചെ മുരളിയുടെ വീട്ടിൽ എത്തിയത്.